ആറാം ഘട്ടം പർട്ടിക്കുലറായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആറാം ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന 58 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇപ്പോഴില്ല. ഹരിയാനയിലെ റോത്തക്കായിരുന്നു ആ നിലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സീറ്റ്. അവിടെയും ചെറിയ ഭൂരിപക്ഷത്തിന് ബി നേടുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന് ഒരു സ്ട്രോങ് ഹോൾഡും ഈ ആറാം ഘട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേസമയം ബി ആയിക്കൊള്ളട്ടെ 35% മുതൽ അങ്ങോട്ട് വിക്ടറി മാർജിൻ തന്നെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ 17 സീറ്റുകൾ സ്വിംഗ് ചെയ്യാൻ സാധ്യതയുള്ള സീറ്റുകളാണ്. അനന്ത്നാഗ്, അതുപോലെ തന്നെ വാൽമീകി നഗർ, ഗോപാൽഗഞ്ച്, സിവാൻ, സിർസ, ഹിസാർ, സംബൽപൂർ, അങ്ങനെ 17 സീറ്റുകൾ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റിൽ എങ്ങനെയാണ് സ്വിംഗ് ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ജയപരാജയങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുന്നേറ്റം. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പ്രകടിപ്പിച്ച ആ ഒരു ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ. അതായത് ഈ ബി.ജെ.പിക്കും എൻ.ഡി.എക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത. ഞാൻ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ എൻ.ഡി.എ ആകെ കേവല ഭൂരിപക്ഷത്തിനോട് അടുത്തെത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്കറിയാവുന്നതുപോലെ ബീഹാറിൽ തേജസ്വി യാദവ് വലിയ നിലയിൽ തരംഗം ഉണ്ടാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ഠാക്കറെയും ശരത് പവാറും അടങ്ങുന്ന ഒരു ഒരു മഹാവികാസ് അഘാടി വലിയ നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 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 ടോട്ടൽ ബി.ജെ.പിയുടെ ഒരു റൗട്ടിലേക്ക്, ഒരു ബി.ജെ.പി അങ്ങോട്ട് അടിപതറി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് എത്ര കണ്ട് കോൺഗ്രസിൻ്റെ മുമ്പിലാണ് വിജയം ഉള്ളത്. കോൺഗ്രസ് നമുക്കറിയാവുന്നതുപോലെ ഒരു 52 സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. 52 സീറ്റിൽ നിന്നൊരു 30 സീറ്റോ 40 സീറ്റോ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒരു കോൺഗ്രസ് 80-90 സീറ്റ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ, ശേഖർ ഗുപ്ത പറഞ്ഞത്. അതായത് 90 സീറ്റിലേക്ക് വരെ കോൺഗ്രസ് എത്തിയാൽ തന്നെ വേണമെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 30 സീറ്റോ 40 സീറ്റോ കോൺഗ്രസിന് കൂടുകയാണെങ്കിൽ അത് ബി.ജെ.പിക്കാണ് കുറയുന്നത്. 303-ൽ നിന്ന് 30 സീറ്റ് കുറയുക എന്ന് പറയുമ്പോൾ 273-ലേക്ക് വരുന്നു, അല്ലെങ്കിൽ 263-ലേക്ക് വരുന്നു. 40 സീറ്റുകളാണെങ്കിൽ 263-ലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ശേഖർ ഗുപ്തയുടെ റീഡിങ്. പക്ഷേ അത്രയും സീറ്റുകൾ കിട്ടണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ബി.ജെ.പിയെ തോൽപ്പിക്കണമെന്നുള്ള ഒരു റൈഡർ കൂടി ശേഖർ ഗുപ്ത നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകളിൽ കോൺഗ്രസിനോട് തോൽക്കുക എന്ന് പറയുന്നത് ഒരു ദേശീയ ട്രെൻഡിനോട് അടുപ്പിച്ച് നിൽക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനോട് 30-40 സീറ്റുകൾ തോൽക്കാൻ കഴിയുകയാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തകർച്ചയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, പ്രചരണത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആറാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നാം കാണുന്നത് പ്രധാനമായും മുദ്രാവാക്യങ്ങളിലെ മാറ്റമാണ്. നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്ങനെയാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി പ്രചരണത്തിലെ വിഷയങ്ങൾ മാറ്റിക്കൊണ്ടുവന്നിട്ടുള്ളത്. അവസാന ഘട്ടമാകുമ്പോഴേക്കും അതൊരു ഈ മുസ്ലിം ഹിന്ദു ധ്രുവീകരണത്തിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരാൾക്ക് പറയാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. അതാണ് നേരത്തെ വിശദീകരിച്ചത്. എൻ്റെ അമ്മ ജീവിച്ചിരുന്നത് വരെ എൻ്റെ ജനനം ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു. അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ന്യൂസ് 18-ൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. താൻ ഉൾക്കൊള്ളുന്ന ഊർജ്ജം ജൈവികമായ ശരീരത്തിൽ നിന്നുണ്ടാകാൻ കഴിയില്ല എന്നും ചിലത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജ്ജം നൽകി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് ഒരാൾ പറയുകയാണ്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് എന്തോ ഒരു കുമാറാണെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു ദൈവികമായിട്ടുള്ള ഊർജ്ജം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജൈവികമായി എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ല എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനാണത് പറയുന്നതെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങളുടെ ഒരു ബോധ്യം എന്തായിരിക്കും? അല്ലെങ്കിൽ വേറൊരാളത് പറയുമ്പോൾ മറ്റുള്ളവരെന്തായിരിക്കും ചിന്തിക്കുക? സാധാരണ രീതിയിലുള്ള ഒരു 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 എന്താ പറയുക, ഒരു 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 നമ്മൾ വട്ടെന്ന് പറയില്ലേ, ആ നിലയിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്ഭുതമല്ലാതെ വേറൊന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ എല്ലാ അഭിമുഖങ്ങളിലും, നരേന്ദ്രമോദിയുടെ എല്ലാ ടെലിവിഷൻ അഭിമുഖങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ.
എല്ലാ അഭിമുഖങ്ങളിലും വരുന്നൊരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയധികം ഊർജ്ജം കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ്. അതിനകത്ത് നരേന്ദ്രമോദി പറഞ്ഞ് എത്തിയിട്ടുള്ള മറുപടി ഇതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും, അതായത് അജണ്ട വളച്ചു കെട്ടിക്കൊണ്ടുവരാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ BJPയുടെ ഒരു തിരിച്ചറിവുണ്ട്. അതായത് പോളിംഗ് ശതമാനം വല്ലാതെ കുറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താത്തത് എന്നത് സംബന്ധിച്ച ഒരു പഠനം സ്വാഭാവികമായിട്ടും BJP നടത്തുമല്ലോ. അവിടെ 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ BJP കാണുന്ന 3 ഇലക്ഷൻ, ഒന്ന് 2004 ഇലക്ഷൻ, പിന്നെ 2014 ഇലക്ഷൻ, 2019 ഇലക്ഷൻ. 2004 AB വാജ്പേയി അധികാരത്തിൽ തിരിച്ചു വരുമെന്നായിരുന്നു BJP കരുതിയിരുന്നത്. പക്ഷേ ഒരു കോംപ്ലാസൻസി ഉണ്ടല്ലോ, ഒരു ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ താല്പര്യമില്ലാത്ത BJPയുടെ കോർ ആ സമയത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യമാണല്ലോ ഉയർത്തിയിട്ടുള്ളത്. BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രവർത്തകരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ അജണ്ട ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അവിടെ വർഗീയമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല, വർഗീയമായ ധ്രുവീകരണം ഉണ്ടായിരുന്നില്ല 2004. പക്ഷേ 2014 അതുണ്ടായി. 2019 അത് ഒരു പരിധിവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് നാഷണലിസവുമായി കൂട്ടിച്ചേർത്തിട്ടാണെങ്കിൽ തന്നെയും ആ നിലയിലുള്ള അതായത് 2004 പോലുള്ള ഒരു ആളുകൾക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകർക്ക് താല്പര്യമില്ലാത്ത ഒരു ഇലക്ഷനിലേക്കാണ് 2024 പോകുന്നത് എന്ന് ആദ്യഘട്ടത്തെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിക്ക് മനസ്സിലാവുന്നു. അതിനാണ് അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു മുസ്ലിം വിഷയം, എന്താ പറഞ്ഞ രാമക്ഷേത്രത്തിന് ബാബറി ലോക്കുണ്ടാകുമെന്നും വോട്ട് ജിഹാദോ ആണെന്നും പാകിസ്ഥാനാണെന്നും, പിന്നീട് ബൻസാരയിലേക്ക് ഏപ്രിൽ 21 ആകുമ്പോഴേക്കും കുറച്ചുകൂടി കൂട്ടി ഈ താലിമാലയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നിരിക്കുന്നു. അവസാന ഘട്ടമാകുമ്പോഴേക്കും 5ാം ഘട്ടം കഴിഞ്ഞ് 6ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ദൈവമാണെന്ന് ഒരാൾ വിളിച്ചു പറയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ, ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഈ ജനാധിപത്യത്തെക്കുറിച്ചും നമ്മളെ ഒരു നാട്ടിലെ പൊതുസ്ഥിതിയെക്കുറിച്ചും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും ആ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു എന്താ പറയുക ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെയാണ് ഒരാൾ കയറി പറയുന്നത് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇലക്ഷൻ്റെ നെറേറ്റീവ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം, അത് എങ്ങനെ ചെയ്താലാണ് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളമുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ വളരെ വികലമാണ്. ആ വികലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏതായാലും 6ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം വളരെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് ഞാൻ കഴിഞ്ഞ ചർച്ചകളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ BJPക്ക് കോർത്തിണക്കി ഒരു സഖ്യമുണ്ടാക്കി അധികാരത്തിലേറാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കഴിയുന്ന വിധത്തിലായിരിക്കണം കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നമുക്ക് നോക്കാം. ഒരു 1-2 ഘട്ടം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ അടുത്ത ഘട്ടം കൂടിയല്ലേ ഉള്ളൂ, അടുത്ത ഘട്ടം കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തതയുണ്ടാവും. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളില്ലാതെയാണെന്നാണ്, അല്ലേ? മാറ്റങ്ങളോടുകൂടിയാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് BJPയുടെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് വലിയ മാറ്റമില്ല എന്ന് പറയാം. ശരി. Meet the editors.